ഹലോ നോമിക്സ് ലേണിംഗിലേക്ക് സ്വാഗതം. അഫീഫ് അലിയാണ്. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ SSLC മാത്സ് റിവിഷൻ സീരീസിലെ 6ാമത്തെ വീഡിയോ ആണിത്. ഇതിനു മുമ്പ് നമ്മൾ 5 വീഡിയോയിൽ വിശദമായി 1ാമത്തെ ചാപ്റ്ററും 2ാമത്തെ ചാപ്റ്ററും എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. നമ്മളിപ്പോൾ നിൽക്കുന്നത് 3ാമത്തെ ചാപ്റ്ററായ അരിതമാറ്റിക് സീക്വൻസ് ആൻഡ് ആൽജിബ്ര എന്ന് പറയുന്ന സമാന്തര ശ്രേണിയും ബീജഗണിതവും എന്ന് പറയുന്ന ചാപ്റ്ററിലെ 2ാമത്തെ സെക്കൻഡ് പാർട്ട് വീഡിയോയിലാണ്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ആദ്യത്തെ പാർട്ട് വീഡിയോയുടെ ലിങ്ക് ഇവിടെ കമന്റ് ബോക്സിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. അത് ആദ്യമായി കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഈ വീഡിയോയിലേക്ക് എത്തണം. കുറെ കുട്ടികൾ സാറെ കുറച്ച് ടഫുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുമോ എന്ന് ചോദിച്ചിരുന്നു. അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടെന്ന് തോന്നുന്ന ചില ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ചോദ്യം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണോ അതോ വളരെയധികം എളുപ്പമാണോ എന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. റെഡി ആണല്ലോ? അങ്ങനെയെങ്കിൽ വരൂ, നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ? കൺസിഡർ ദി അരിതമാറ്റിക് സീക്വൻസ് 4, 7, 10. What is the algebraic expression for this sequence? എടാ 4, 7, 10 എന്ന സമാന്തര ശ്രേണിയുടെ ബീജഗണിതം ആൾജിബ്ര കാണാനാണ്. നേരിട്ട് കാണാം. എന്താണ് ആൾജിബ്ര കാണാനുള്ള ഇക്വേഷൻ? അതിനാദ്യം നമ്മൾ ഈ സീക്വൻസ് ഒന്ന് എഴുതാൻ പോവാ. ഏതാണ് സീക്വൻസ്? 4, 7, 10 എക്സെട്ര. ഇതാണ് സമാന്തര ശ്രേണി. എടാ, ഒരു സമാന്തര ശ്രേണി കിട്ടിയാൽ ആദ്യം x1 ആദ്യ പദം എഴുതിക്കോ. അതിനൊരു ടെൻഷനും വേണ്ട. 4 ആണ്. ഫസ്റ്റ് ടേം എത്രയാണ്? 4. കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം. കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം ഇവിടെ എത്രയാണ്? 4 7 ആയി, 7 10 ആയി. എത്രയാണ് കൂടി പോകുന്നത്? 3 ആണ് കൂടി പോകുന്നത്. അങ്ങനെയെങ്കിൽ മക്കളെ, നമുക്ക് കാണേണ്ടത് ആൾജിബ്രയാണ്, ബീജഗണിതമാണ്. എന്താണ് ഇക്വേഷൻ? xn is equal to, എന്താണ് ഇക്വേഷൻ? xn is equal to dn plus f minus d. xn is equal to dn plus f minus d ആണ്. അതായത് xn സമം d എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസമാണ്. 3n plus f minus d, അതായത് 4 minus 3 എത്ര കിട്ടും? xn സമം 3n പ്ലസ് 4ൽ നിന്നും 3 കുറച്ചാൽ എത്രയാണ്? 1 ആണ്. മക്കളെ, നമുക്ക് ബീജഗണിത രൂപം ആൾജിബ്ര കിട്ടി. എത്രയാണ്? xn സമം 3n പ്ലസ് xn സമം 3n പ്ലസ് 1. സെറ്റ് ആണല്ലോ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഇതാ. ഇവിടെ ഇതിനോട് ചേർന്നിട്ട് തന്നെ നമുക്ക് ചെയ്യാം. ആദ്യം ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കട്ടെ. എന്താ? റൈറ്റ് ദി 20th ടേം. 20ാമത്തെ പദം എഴുതാൻ. ഈ സീക്വൻസിലെ 20ാമത്തെ പദം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് പോരാത്തതിന് വേറൊരു കാര്യം കൂടി തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദി സ്മോളസ്റ്റ് 3-digit നമ്പർ വിച്ച് ഈസ് എ ടേം ഓഫ് ദി സീക്വൻസ്? എടാ, ഈ ശ്രേണിയിലെ ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ ഏതാണ്? ഈ ശ്രേണിയിലെ ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ. അപ്പൊ ആദ്യം നമുക്ക് 20th ടേം, 20ാമത്തെ പദം കാണണം. നിങ്ങളൊന്ന് പറഞ്ഞേ, 20ാമത്തെ പദം എങ്ങനെ കാണും? എടാ, ഇവിടെ ഈ ഇക്വേഷനിൽ എന്നിന് 1 കൊടുത്താൽ ഫസ്റ്റ് ടേം കിട്ടും, എന്നിന് 2 കൊടുത്താൽ 2ാം പദം കിട്ടും. അപ്പൊ ഇവിടെ എന്നിന് 20 കൊടുത്താൽ നമുക്ക് എന്താ കിട്ടുക? 20ാമത്തെ പദമാണ് കിട്ടുക. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്ത്? 20ാമത്തെ പദം x20. 20ാമത്തെ പദം നമ്മൾ എന്താ കൊടുക്കുക? x20. ശ്രദ്ധിച്ചോ? x20 സമം ഇവിടെ എന്നിന് എന്ത് കൊടുക്കണം? 3n plus 1 ആണ്. 3n plus 1 ആണ്. അതായത് x20 സമം 3 × 20 പ്ലസ് 1. x20 സമം 3 × 20 എത്രയാണ്? 60 പ്ലസ് 1. x20 സമം എത്ര കിട്ടി? 61 കിട്ടി. ഇപ്പൊ കിട്ടിയത് ഏതാ? 20ാമത്തെ പദം, 20th ടേം. 20ാമത്തെ പദം നമുക്ക് എത്ര കിട്ടി? എടാ, 20ാമത്തെ പദം നമുക്ക് എത്ര കിട്ടി? 20ാമത്തെ പദം 61 കിട്ടി. സെറ്റ് ആണല്ലോ? ഇതിനോട് തുടർച്ചയായിട്ട് നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ടുണ്ട്. മക്കളൊന്ന് പറഞ്ഞേ, എന്താണ് ആ ക്വസ്റ്റ്യൻ? എന്താണ് ആ ക്വസ്റ്റ്യൻ? ഒന്ന് നോക്കിക്കേ. വാട്ട് ഈസ് ദി സ്മോളസ്റ്റ് 3-digit നമ്പർ? ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ. ഈ സീക്വൻസിലുള്ള ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ. അപ്പൊ നമ്മൾ ഇതാണ് എടുക്കേണ്ടത്. ഇതെടുത്തിട്ട് ഇങ്ങനെ നോക്കുക. ഇതിൽ എന്നിന് ഏതെങ്കിലും ഒരു നമ്പർ കൊടുത്താൽ 3 അക്ക സംഖ്യ കിട്ടും. എന്നിന് 10 കൊടുത്താൽ കിട്ടില്ല, 20 കൊടുത്താലും കിട്ടില്ല, 30 കൊടുത്താലും കിട്ടുന്നില്ല. പക്ഷെ നമ്മൾ ഇങ്ങനെ നോക്കി, ഒന്ന് നോക്കാം. ഏതോ ഒരു സംഖ്യനെ 3 കൊണ്ട് ഗുണിച്ച് 1 കൂട്ടിയാൽ ഒരു 3 അക്ക സംഖ്യ കിട്ടണം. അങ്ങനെയെങ്കിൽ n എത്രയായിരിക്കും? നമുക്കൊന്ന് നോക്കാം. നിങ്ങളൊന്ന് ആലോചിച്ചേ, n എത്രയായിരിക്കും? ഞാനിവിടെ എന്നിന് 33 കൊടുക്കാം. 3 × 33 99 ആണ്. പ്ലസ് 1 100 ആണ്. അങ്ങനെ അത് കിട്ടും എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്.
അപ്പൊ എക്സ് 33 സമം 3 × 33 പ്ലസ് 1. അതായത് എക്സ് 33 സമം 3 × 33 എത്രയാണ്? 99 പ്ലസ് 1. 99 പ്ലസ് 1 എത്രയാണ്? 100 ആണ്. അതായത് ഈ സീക്വൻസിലെ ഈ സമാന്തര ശ്രേണിയിലെ 33ാമത്തെ പദം എത്രയായിരിക്കും? 100. ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ, ദി സ്മോളസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ, അതെത്രയാണ്? 100 ആണ്. അപ്പൊ ഈ ശ്രേണിയിലുള്ള ഈ സീക്വൻസിലുള്ള ഏറ്റവും സ്മോളസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ, ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ ഏതായിരിക്കും? അത് 100 ആയിരിക്കും. അപ്പൊ സാറേ 100 എത്രാമത്തെ പദമാണെന്ന് ചോദിച്ചാൽ എത്രാമത്തതാണ്? 33ാമത്തെ പദമാണ്. സെറ്റാണല്ലോ. അങ്ങനെ നമ്മൾ 2 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു. ഇനി നമ്മൾ 3ാമത്തെ സി ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. വെരി സിമ്പിൾ. ഒന്ന് നോക്കിക്കേ. ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് ഓഫ് ദി സീക്വൻസ്. ഈ സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 20 പദങ്ങളുടെ തുക കാണണം. എന്നിട്ടോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് ഓഫ് ദി സീക്വൻസ്. അല്ലെ, ഈ ശ്രേണിയിലെ ആദ്യത്തെ 20 പദങ്ങളുടെ തുകയും 3n+2 എന്ന് പറയുന്ന അരിതമാറ്റിക് സീക്വൻസിലെ ആദ്യത്തെ 20 പദങ്ങളുടെ തുകയും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? എന്താണ്? 3n+1 എന്ന് പറയുന്ന സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 20 പദങ്ങളുടെ തുകയും 3n+2 എന്ന് പറയുന്ന സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 20 പദങ്ങളുടെ തുകയും എത്രയാണ് എന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പൊ ആദ്യം നമുക്ക് ഇതിലുള്ള, അതായത് ഈ തന്ന സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 20 പദങ്ങളുടെ തുക കാണാൻ മക്കളെ നിങ്ങളൊന്ന് പറഞ്ഞേ. തുക കാണാനുള്ള ഇക്വേഷൻ എന്താ? Sn സമം n/2 × x1 + xn. ഇത് നിങ്ങൾക്ക് അറിയാലോ, ഈ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാലോ. ഇതിന് നിങ്ങളെ വേറെ പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. ഇല്ല, ഈ ഇക്വേഷൻ നമുക്കറിയാലോ. അങ്ങനെയെങ്കിൽ മക്കളെ നമ്മൾ ഒന്ന് പറഞ്ഞേ, നമുക്ക് 20 പദങ്ങളുടെ തുകയാണ്, അതായത് S20 സമം 20 പദങ്ങളുടെ തുക S20 സമം n/2, അതായത് 20/2 × x1. എടാ ആദ്യ പദം എത്രയാണ്? 4 ആണ്. പ്ലസ് xn, ഇവിടെ 20 പദങ്ങളുടെ തുകയാണ്. അപ്പൊ 20ാമത്തെ ടേം നമുക്ക് കിട്ടിയിട്ടുണ്ട്. എത്രയായിരുന്നു? 61 ആയിരുന്നു. സെറ്റപ്പ് ആണല്ലോ. അങ്ങനെയെങ്കിൽ S20 സമം 20/2 എത്രയാണ്? 10 ആണ്. 10 × 61 + 4 എത്രയാണ്? 65. അങ്ങനെയാണെങ്കിൽ S20 സമം 65 × 10 എത്രയാ? 650. അപ്പൊ നമുക്ക് ഇതാ കിട്ടി. നമുക്ക് എന്താ കിട്ടിയത്? ആദ്യത്തെ 20 പദങ്ങളുടെ തുക, ദി സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് ഓഫ് ദി സീക്വൻസ്. ഈ സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 20 പദങ്ങളുടെ തുക കിട്ടി. എത്രയാണ്? 650 ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് മറ്റൊരു അരിതമാറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്. ഏതാണ് ആ സാധനം? മറ്റൊരു അരിതമാറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്. ഏതാ മക്കളൊന്ന് പറഞ്ഞേ, നിങ്ങളൊന്ന് പറഞ്ഞേ. Sxn സമം നമുക്കിതാ ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 3n+2. ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോ ചെയ്ത സമാന്തര ശ്രേണിയുടെ xn എന്തായിരുന്നു? xn സമം 3n+1 ആയിരുന്നു. ഒന്ന് നോക്കിയേ, ഇവിടെ 3n ഉണ്ട്, ഇവിടെയും എന്തുണ്ട്? 3n ഉണ്ട്. ഇവിടെ 1 ആണ്, ഇവിടെ എത്രയാണ്? 2 ആണ്. എത്രയാണ് വ്യത്യാസം? ഒരെണ്ണം. അപ്പൊ ഒരു പദത്തിൽ ഒരെണ്ണമാണ് വ്യത്യാസം. അങ്ങനത്തെ എത്ര പദങ്ങളുടെയാണ് കാണാൻ പറഞ്ഞത്? 20 പദങ്ങളുടെയാണ് കാണാൻ പറഞ്ഞത്. സോ ഡിഫറൻസ്, നന്നായിട്ട് ശ്രദ്ധിച്ചോ, ഡിഫറൻസ് എത്രയായിരിക്കും? 20 ആയിരിക്കും. ഞാനൊന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാണ്, ശ്രദ്ധിച്ചോ. ഇവിടെ നമുക്ക് തന്ന സമാന്തര ശ്രേണിയുടെ ആൾജിബ്ര എത്രയാണ്? 3n+1 ആണ്. നമുക്ക് തന്ന സമാന്തര ശ്രേണിയുടെ ബീജഗണിതം എത്രയാണ്? 3n+1 ആണ്. ഇനി നമുക്ക് കാണേണ്ടതിന്റെ ആൾജിബ്ര എന്താണ്? 3n+2 ആണ്. 3n+2 ആണ്. അപ്പൊ ഇതിലുള്ള രണ്ട് സമാന്തര ശ്രേണിയിലെയും പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, ഇതിലെ കോമൺ ഡിഫറൻസ് സെയിമാ. കോമൺ ഡിഫറൻസ് എന്താണ്? സെയിമാ. പിന്നെ എത്രേ മാറ്റുള്ളൂ? ഇതിനേക്കാൾ 1 കൂടുതലാണ് ഇവിടെ. ഇതിനേക്കാൾ 1 കൂടുതലാണ്. ഇവിടെ 1 ആയിരുന്നു, ഇവിടെ എത്രയാണ്? 2. അങ്ങനത്തെ എത്ര പദങ്ങളിൽ? 20 പദങ്ങളിൽ. 20 പദങ്ങളിൽ. അപ്പൊ ഒരു ടേമിൽ 1 ആണ് മാറുന്നതെങ്കിൽ 20 പദത്തിൽ ആകെ എത്ര എണ്ണം മാറും? 20. സോ ദ ഡിഫറൻസ് ഈസ് 20. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു ലോജിക് വെച്ച് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയെങ്കിൽ മക്കളെ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ക്വസ്റ്റ്യൻ നമ്പർ 2 എന്താണ്? 6, 10, 14 is an arithmetic sequence. ഇതൊരു സമാന്തര ശ്രേണിയാണ്. ഇനി a question, find the sum of
ഫസ്റ്റ് 15 ടേം ഓഫ് ദി അരിതമാറ്റിക് സീക്വൻസ്. ആദ്യത്തെ 15 പദങ്ങളുടെ തുക കാണാലോ. ആദ്യം സമാന്തര ശ്രേണി എഴുതാൻ പോവാണ്. 6, 10, 14 എക്സെട്ര. ഒരു സമാന്തര ശ്രേണി കിട്ടിയാൽ ആദ്യം എഴുതണം x1 എഴുതണം സാറ്. x1 പറഞ്ഞ് 6 ആണ്. ഡി പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് പറഞ്ഞ് എത്രയാണ് കൂടി പോകുന്നത്? 4 ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് കാണേണ്ടത് വാട്ട് ഈസ് ദി 15th ടേം, സോറി വാട്ട് ഈസ് ദി ഫൈൻഡ് ദി സം ഓഫ് 15th ടേം. 15 പദങ്ങളുടെ തുകയാണ്. ഇക്വേഷൻ ഏതാണ്? Sn സമം n/2 ഇൻറ്റു x1 പ്ലസ് xn ആണ്. പക്ഷേ ഇത് ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ടല്ലോ. എന്താണ് പ്രശ്നം? ഇതിൽ ചിലതൊന്നും നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇതിൽ മക്കളെ നിങ്ങളൊന്ന് പറഞ്ഞ് x1 അറിയാമോ? x1 അറിയാം. പിന്നെ നമുക്ക് എന്താണ് അറിയേണ്ടത്? xn ആണ്. 15 പദങ്ങളുടെ തുകയാണ് കാണേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം x15 15ാമത്തെ പദം എത്രയാണെന്ന് കാണണം. എങ്ങനെ കാണുക? x1 പ്ലസ് 14d ആണ്. ആദ്യ പദത്തിനോട് 14 പൊതുവ്യത്യാസം കൂട്ടണം. അപ്പൊ x15 is equal to x1 എത്രയാണ്? 6 പ്ലസ് 14 ഇൻറ്റു ഡി എത്രയാണ്? 4 ആണ്. ഡി എത്രയാണ്? 4. അപ്പൊ x15 is equal to 6 പ്ലസ് 14 ഇൻറ്റു 4 10 4 40 4 4 16 എത്ര കിട്ടും? 56 കിട്ടും. അങ്ങനെയെങ്കിൽ x15 is equal to 56ഉം 6ഉം എത്രയാണ്? 62 ആണ്. ഇപ്പൊ നമുക്ക് കിട്ടിയത് എന്താ പറഞ്ഞേ? 15ാമത്തെ പദം 15th ടേം. സോ ദി 15th ടേം ഈസ് 62. സെറ്റാണോ? അങ്ങനെയെങ്കിൽ ഇതിന്റെ ബാക്കി നമ്മൾ ഇവിടെ ചെയ്യാൻ പോവാണ്. നന്നായിട്ട് ശ്രദ്ധിക്കാം. ഇവിടെ ചെയ്യാൻ പോവാ. നമുക്ക് കാണേണ്ടത് എന്താണ്? നമുക്ക് സമ്മാണ് കാണേണ്ടത്, തുകയാണ് കാണേണ്ടത്. തുക കാണാനുള്ള ഇക്വേഷനിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു പോവാണ്. Sn is equal to ഏതാണ്? ആദ്യത്തെ 15 പദങ്ങളുടെ തുകയാണ്. അപ്പൊ S15 is equal to n/2 എത്ര? 15/2 ഇൻറ്റു x1 എത്രയാണ്? 6 പ്ലസ് xn എത്രയാണ്? 62 ആണ്. അങ്ങനെയെങ്കിൽ S15 is equal to 15/2 ഇൻറ്റു 62. 6 പ്ലസ് 62 എത്രയാണ്? 68 ആണ്. അങ്ങനെയെങ്കിൽ S15 is equal to 15/2 ഇൻറ്റു 68. നിങ്ങളൊന്ന് പറഞ്ഞേ മക്കളെ, ഈ 68ഉം 2ഉം ക്യാൻസൽ ചെയ്താൽ ബാക്കി എത്ര ഉണ്ടാവുക? 34 ആണ് ഉണ്ടാവുക. അങ്ങനെയെങ്കിൽ S15 is equal to 15 ഇൻറ്റു 34. 15 S15 is equal to 15 ഇൻറ്റു 34 എത്രയാണ്? നമുക്കിവിടെ ചെയ്ത് നോക്കാം. 15 ഇൻറ്റു 34 ഒന്ന് ശ്രദ്ധിച്ചേ. 5 ഇൻറ്റു 4 20 0 ബാക്കി 2 1 4 4 4ഉം 2ഉം എത്രയാണ്? 6. 3 ഇൻറ്റു 5 15 5 ബാക്കി 1 3ഉം 1ഉം 4. അങ്ങനെയെങ്കിൽ 0 1 5 എത്ര കിട്ടി? 510. സോ ആദ്യത്തെ 15 പദങ്ങളുടെ തുക നമുക്ക് കിട്ടി. എത്രയാണ്? 510 ആണ്. സെറ്റാണല്ലോ. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് കിട്ടി. ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് 15 ടേംസ് ഓഫ് ദി സീക്വൻസ്. ഈ സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 15 പദങ്ങളുടെ തുക എത്രയാണ്? 510 ആണ്. അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഫസ്റ്റ് ടേം ആൻഡ് 16th ടേം? ആദ്യ പദവും 16ാമത്തെ പദവും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്ന് ചോദിച്ചത്. ആദ്യ പദവും 16ാമത്തെ പദവും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പൊ നമുക്ക് ആദ്യ പദം നമുക്കറിയാം. 16ാമത്തെ പദം കാണണം. 16ാമത്തെ പദം x16 എത്രയായിരിക്കും? എടാ ഇവിടെ 15ാമത്തെ പദം തന്നിട്ടുണ്ട്. ഇതിന്റെ കൂടെ ഒരു പൊതുവ്യത്യാസം കൂട്ടിയാൽ മതി. പൊതുവ്യത്യാസം എത്രയാണ്? 4 ആണ്. അപ്പൊ 510 കൂടെ ഒരു 4 കൂട്ടിയാൽ എത്രയാണ്? 514 ആണ്. അപ്പൊ നമുക്ക് കിട്ടി എന്ത്? 16ാമത്തെ പദം. മക്കൾ നന്നായിട്ട് ശ്രദ്ധിച്ചോ. 16ാമത്തെ പദം നമുക്ക് കിട്ടി. എത്രയാണ്? 16ാമത്തെ പദം 514 ആണ്. എന്നിട്ട് നമ്മളോട് ചോദിച്ചത് എന്താ? വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദി 16th ടേം ആൻഡ് ഫസ്റ്റ് ടേം? ആദ്യ പദവും 16ാമത്തെ പദവും തമ്മിലുള്ള വ്യത്യാസം, അതായത് x16 മൈനസ്
എക്സ് 1 എത്രയാണ് എക്സ് 16 16ാമത്തെ പദം എത്രയാ കിട്ടിയത് 514 നിന്ന് എത്ര കുറക്കണം 6 കുറക്കണം 514 നിന്നും 6 കുറച്ചാൽ എത്രയാണ് 508 ആണ്. അപ്പൊ 16ാമത്തെ പദവും 1ാമത്തെ പദവും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കിട്ടി എത്രയാണ് 508. ഇതിന് 16ാമത്തെ പദം കാണാൻ ഒരു ബുദ്ധിമുട്ടില്ല. കാരണം എന്താ 15ാമത്തെ പദം ഇവിടെ കിട്ടി 15th ടേം. We know the 15th ടേം എത്രയാണ് 510 ആണ്. അതിലൂടെ ഒരു പൊതുവ്യത്യാസം കൂട്ടിയാൽ ഒരു കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ 514 കിട്ടും. അങ്ങനെയെങ്കിൽ 514 നിന്നും ഫസ്റ്റ് ടേം ആയ 6 മൈനസ് ചെയ്താൽ ദി ഫൈനൽ ആൻസർ ഈസ് 508 508 ആണ്. സെറ്റ് ആണല്ലോ. അങ്ങനെയെങ്കിൽ ഇതിലൊരു ക്വസ്റ്റ്യൻ കൂടി കിടക്കുന്നുണ്ട്. എന്താ find the difference between the sum of first 15 terms and the sum of next 15 term. അപ്പൊ ആദ്യത്തെ 15 പദങ്ങളുടെ തുകയും പിന്നീടുള്ള 15 പദങ്ങളുടെ തുകയാണ് കാണേണ്ടത്. അപ്പൊ ആദ്യത്തെ 15 പദങ്ങളുടെ തുക അല്ലെ ആദ്യത്തെ 15 പദങ്ങളുടെ തുക എത്രയാ നമുക്ക് കിട്ടിയത് 510 കിട്ടി. ആദ്യത്തെ 15 പദങ്ങളുടെ തുക എത്ര കിട്ടി 510. ഇനി രണ്ടാമത്തെ 15 പദങ്ങളുടെ തുക കാണണം. ഞാൻ ചോദിക്കട്ടെ രണ്ടാമത്തെ 15 പദങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ 15 പദത്തിലെ ആദ്യത്തെ പദം എത്രയായിരിക്കും 15 കഴിഞ്ഞ് 16ാമത്തെ പദം. അപ്പോ ആദ്യ പദം എന്ന് പറയുന്നത് എത്രയാണ് 514 ആയിരിക്കും. ആദ്യ പദം എന്ന് പറയുന്നത് എത്രയായിരിക്കും 514 ആയിരിക്കും. ക്ലിയർ അല്ലേ? ആദ്യ പദം എന്ന് പറയുന്നത് സെക്കൻഡിൽ നമ്മൾ ഫസ്റ്റ് ടേം അല്ലെ അല്ലെങ്കിൽ 16ാമത്തെ പദം എന്ന് പറയുന്നത് എത്രയാണ് 514 ആണ്. അങ്ങനെയെങ്കിൽ 30ാമത്തെ പദം x30 എത്രയാന്ന് നമുക്ക് കാണണം. x30 നമുക്ക് എങ്ങനെയാണ് ആദ്യത്തെ 15 പദങ്ങളുടെ തുക കിട്ടി എത്രയാണ് 510. എന്നിട്ട് രണ്ടാമത്തെ 15 പദങ്ങളുടെ തുക നമുക്ക് കാണണം അല്ലെ സെക്കൻഡ് 15 ടേംസ്. അങ്ങനെയെങ്കിൽ 30ാമത്തെ പദമായിരിക്കും അവസാനത്തെ പദം x30. എന്താണ് x30 എന്ന് പറയുന്നത് x1 plus 29d ആണ്. അതായത് x30 is equal to x1. x1 എന്തായിരുന്നു നിങ്ങളൊന്ന് പറഞ്ഞേ. x1 എന്തായിരുന്നു 6 ആയിരുന്നു. x1 എന്തായിരുന്നു 6 പ്ലസ് 29d 29 ഇൻറ്റു d എത്രയായിരുന്നു 4 ആയിരുന്നു. അപ്പൊ x30 is equal to 6 പ്ലസ് 29 ഇൻറ്റു 4 20 ഇൻറ്റു 4 2 ഇൻറ്റു 4 8 80 20 ഇൻറ്റു 4 80 9 ഇൻറ്റു 4 36 80ഉം 36ഉം 116. സെറ്റ് അല്ലേ? അപ്പൊ x30 സമം 6 പ്ലസ് 116 എത്രയാണ് 122. ഇപ്പൊ നമുക്ക് കിട്ടിയത് എന്താ x30 ആണ്. x30. റെഡി? അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ സെറ്റ് പദങ്ങളുടെ തുക നമുക്ക് കാണണം. രണ്ടാമത്തെ പദങ്ങളുടെ തുക നമ്മൾ കാണാൻ പോവാണ്. മക്കൾ നന്നായിട്ട് ശ്രദ്ധിച്ചോ. രണ്ടാമത്തെ സെറ്റ് പദങ്ങളുടെ തുക കാണാണ്. ഏതാണ് നമ്മൾ കാണുന്നത്? നമ്മളൊന്ന് പറഞ്ഞേ ഏതാണ് കാണുന്നത്? SN സമം ഒന്ന് ശ്രദ്ധിക്കണേ. SN സമം എന്താണ് n/2 ഇൻറ്റു x1 പ്ലസ് xn ആണ്. ഓക്കെ, ഇതിൽ SN സമം n/2 രണ്ടാമത്തെ 15 പദങ്ങളുടെ തുകയാണ്. ആദ്യത്തെ 15 പദങ്ങളുടെ തുകയും രണ്ടാമത്തെ 15 പദങ്ങളുടെ തുകയും. അപ്പോ n എത്രയാണ് 15/2 ഇൻറ്റു x1. ആദ്യ പദം എത്രയാണ്? ആദ്യ പദം നമുക്ക് എത്ര കിട്ടി? രണ്ടാമത്തെ 15 പദങ്ങളുടെ ആദ്യ പദം 6 പ്ലസ് എത്രയാണ് xn. ആദ്യ പദം എത്രയാണ്? xn എത്രയാണ് 100. അവസാനത്തെ പദം 122 ആണ്. അപ്പൊ SN സമം 15/2 ഇൻറ്റു 128. SN സമം 15/2 ഇൻറ്റു 128 അല്ലെ. SN സമം 15 ഇൻറ്റു 128ന്റെ പകുതി എത്രയാണ്? 64 ആണ്. 15 ഇൻറ്റു 64. SN സമം നിങ്ങളൊന്ന് പറഞ്ഞേ എന്താണ് 15 ഇൻറ്റു 64? 15 ഇൻറ്റു 64 ഒന്ന് ചെയ്ത് നോക്കാം. 5 ഇൻറ്റു 4 20 0 ബാക്കി 2 ഒരു 4 4 4 2 6 ബാക്കി ഇല്ല. 6 5 30 0 ബാക്കി 3 6 3 6 6 6 3 9. അങ്ങനെയെങ്കിൽ 0 6 9 എത്ര കിട്ടി? 960 കിട്ടി. എത്ര കിട്ടി? 960.
അപ്പൊ ആദ്യത്തെ 15 പദങ്ങളുടെ തുക എന്ന് പറയുന്നത് 510 ആണ്. രണ്ടാമത്തെ 15 പദങ്ങളുടെ ഡിഫറൻസ് ആണ് അല്ലെ. രണ്ടാമത്തെ 15 പദങ്ങളുടെ തുക 960 ആയിരുന്നു, ആദ്യത്തേതോ 510 ആയിരുന്നു അല്ലെ. അപ്പൊ 960 നിന്നും 510 മൈനസ് ചെയ്യണം. 960 മൈനസ് 510 0 5 450 എത്ര കിട്ടി? 450. സെറ്റാണല്ലോ, വെരി വെരി സിമ്പിൾ. അങ്ങനെയെങ്കിൽ നമ്മൾ അടുത്ത വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നന്നായിട്ട് ശ്രദ്ധിച്ചോ. എന്താ? fill up the empty cells of this given square such that the numbers in each row, each column and both diagonal from the arithmetic sequence. എന്താ? ഇത് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞത്. ഈ സാധനം നമുക്ക് ഫില്ല് ചെയ്യണം. എടാ, ഇത് ഫില്ല് ചെയ്യുമ്പോൾ ഇത് മൂന്നും അരിതമാറ്റിക് സീക്വൻസ് ആവണം. ഇത് മൂന്നും അരിതമാറ്റിക് അതായത് കോളം അല്ലെ. റോ മൊത്തം നോക്കിയാൽ അരിതമാറ്റിക് സീക്വൻസ് ആവണം. കോളം മൊത്തം നോക്കിയാലും എന്താവണം? സമാന്തര ശ്രേണി ആവണം. പോരാ, വികരണം ഡയഗണൽസ് 2 നോക്കിയാലും എന്താവണം? സമാന്തര ശ്രേണി ആവണം. പെട്ടെന്ന് എഴുതാൻ പറ്റും. ശ്രദ്ധിച്ചോ. ആദ്യം നമ്മൾ ഒന്നാമത്തെ റോ എടുക്കുന്നത്. ഒന്നാമത്തെ റോ എടാ 3 + 13 എത്രയാണ്? 26. അതിന്റെ പകുതി 3 + 13 എത്രയാണ്? 3 + 13 എഴുതിയപ്പോൾ തെറ്റിയിട്ടുണ്ട്. 3 + 13 എത്രയാണ്? 16 ആണ്. അതിന്റെ പകുതി എത്രയാണ്? 8. അപ്പൊ ഇവിടെ എത്രയാണ് വരിക? 8. ഇനി നോക്കിക്കേ, 3ലൂടെ 5 കൂട്ടിയപ്പോൾ 8 കിട്ടി. 8ലൂടെ 5 കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 13 കിട്ടി. സെറ്റാണല്ലോ. അങ്ങനെയെങ്കിൽ അടുത്തത് ഇതാ ഇവിടെയാണ് എഴുതാൻ പറ്റുക. എന്താ? 3 + 7. 3 + 7 എത്രയാണ്? 3 + 7 എത്രയാണ്? 10. 10/2 എത്രയാണ്? 5. അപ്പൊ ഇവിടെ നമുക്ക് എത്ര കൊടുക്കാം? 5 കൊടുക്കാം. റെഡി അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് 5 കൊടുക്കാം. ഇനി നോക്കിക്കേ, 3 + 2 5. 5 + 2 എത്രയാണ്? 7 ആണ്. ഇനിയിപ്പോ ഇതിൽ ഏതെടുക്കുക? ഈ കാണുന്ന ഡയഗണൽ വികരണമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് അല്ലെ. ഡയഗണൽ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അത് ഞാൻ ഇവിടെ അങ്ങോട്ട് എഴുതി കൊടുക്കുക. 7 + 13. 7 + 13 എത്രയാണ്? 20. 20/2 എത്രയാണ്? 10. അപ്പൊ ഇവിടെ 10 കൊടുക്കും. ഇനി നിങ്ങൾ നോക്കിക്കേ, 3 8 13 5 10. അടുത്ത പറഞ്ഞേ, 5 10 കഴിഞ്ഞാൽ അവിടെ എത്രയായിരിക്കും? 15. സെറ്റാണല്ലോ. ഇനി നിങ്ങൾ ഇങ്ങോട്ടേക്ക് നോക്കിക്കേ, 8 അല്ലെ. 8 10 അടുത്ത എത്രയായിരിക്കും? 12. 8 10 കഴിഞ്ഞാൽ അടുത്തത് എത്രയാണ്? 12. അടുത്തത് 7 12. 7 12 കഴിഞ്ഞാൽ അടുത്തത് എത്രയാണ്? 17 ആണ്. 7 12 കഴിഞ്ഞാൽ അടുത്ത എത്രയാണ്? 17. അപ്പൊ നമുക്ക് ഒരു സമാന്തര ശ്രേണി കിട്ടി. ഇത് മൂന്നും സമാന്തര ശ്രേണിയാണ്. ഇത് മൂന്നും അരിതമാറ്റിക് സീക്വൻസ് ആണ്. ഇത് അരിതമാറ്റിക് സീക്വൻസ് ആണ്. ഇതും എന്ത് തന്നെയാണ്? സമാന്തര ശ്രേണി തന്നെയാണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. റെഡി ആണല്ലോ. അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. എന്താ അടുത്ത ക്വസ്റ്റ്യൻ? 1 2 3 4 5 6 7 8 9 10 ഇങ്ങനെ ഒരു സംഭവം എഴുതി തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ്, റൈറ്റ് ദി 5th ലൈൻ ഓഫ് ദി പാറ്റേൺ. ഇതിൽ 5ാമത്തെ ലൈൻ എഴുതാൻ. 5ാമത്തെ ലൈൻ എന്ന് പറഞ്ഞാൽ ഏതാ? ഇത് ഒന്നാമത്തത്, ഇത് 2, ഇത് 3, ഇത് 4. അപ്പൊ അടുത്ത വരി, വെരി നെക്സ്റ്റ് ലൈൻ, ഏറ്റവും അടുത്ത വരിയാണ്. ഒന്ന് പറഞ്ഞ ഇവിടെ 10 കഴിഞ്ഞാൽ പിന്നെ 11 12 13 14 എത്ര വരെ ഉണ്ടാവും? 15 വരെ ഉണ്ടാവും. ക്ലിയർ അല്ലേ? ഇവിടെ 1, ഇവിടെ 2 എണ്ണം, ഇവിടെ 3 എണ്ണം, ഇവിടെ 4 എണ്ണം. അപ്പൊ ഇവിടെ എത്ര എണ്ണം വേണം? 5 എണ്ണം. അപ്പൊ 11 12 13 14 15. സെറ്റ് ആണല്ലോ. അപ്പൊ ഇതിന്റെ ആൻസർ കിട്ടി നമുക്ക്. ഇതിന്റെ ആൻസർ കിട്ടി. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യന്റെ ആൻസർ, ഹൗ മെനി നമ്പേഴ്സ് ആർ ദർ ഇൻ ദി 10th ലൈൻ? 10ാമത്തെ വരിയിൽ എത്ര ടേംസ് ഉണ്ടാവും? ഒന്ന് നോക്കിയേ. ഒന്നാമത്തെ വരിയിൽ 1, രണ്ടാമത്തെ വരിയിൽ 2, മൂന്നാമത്തെ വരിയിൽ 3, നാലാമത്തെ വരിയിൽ 4, അഞ്ചാമത്തെ വരിയിൽ 5. അങ്ങനെയാണെങ്കിൽ 10ാമത്തെ വരിയിൽ എത്ര ഉണ്ടാവും? 10 ടേംസ്. 10ാമത്തെ വരിയിൽ എത്ര ഉണ്ടാവും? 10 ടേംസ്, 10 പദങ്ങൾ. സിമ്പിൾ അല്ലേ? ദെൻ അടുത്തതൊന്ന് ശ്രദ്ധിച്ചേ. ഹൗ മെനി നമ്പേഴ്സ് ആർ ദർ ഇൻ ഫസ്റ്റ് 10 ലൈൻസ് ടുഗദർ? ആദ്യത്തെ 10 എണ്ണം കൂട്ടിയാൽ, ആദ്യത്തെ 10 എണ്ണത്തിലും കൂടി ആകെ എത്ര ഉണ്ടാവും? ഒന്ന് നോക്കിയേ. ഒന്നാമത്തേൽ 1, ഒന്നാമത്തെ വരിയിൽ എത്രയുള്ളൂ? 1 പ്ലസ്, രണ്ടാമത്തെ വരിയിൽ 2 പ്ലസ്, മൂന്നാമത്തെ വരിയിൽ 3 പ്ലസ് എക്സെട്രാ പ്ലസ്, 10ാമത്തെ വരിയിൽ എത്രയാണ്? 10. എടാ, തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഏതാണ്? n × n + 1/2. ഇതൊന്ന് ചെയ്തേ. 10 × 11/2 സമം 5 × 11 സമം എത്ര കിട്ടി? 55 കിട്ടി.
എത്ര കിട്ടി? 55 കിട്ടി. സിമ്പിൾ ആണ്. അപ്പൊ ആദ്യത്തെ 10 എണ്ണത്തിലും കൂടി ആകെ എത്ര ഉണ്ടാവും? 55 എണ്ണം ഉണ്ടാവും. സെറ്റ് ആണല്ലോ. അങ്ങനെയെങ്കിൽ അടുത്തത് വാട്ട് ഈസ് ദി ഫസ്റ്റ് നമ്പർ? വാട്ട് ഈസ് ദി ഫസ്റ്റ് നമ്പർ ഇൻ ദി 11th ലൈൻ? 11ാമത്തെ വരിയിൽ ആദ്യത്തെ സംഖ്യ ഏതാണ്? ഒന്ന് നോക്കിക്കേ. 1ാമത്തെ വരിയിൽ ആദ്യത്തെ സംഖ്യ ഏതാണ്? 1. ഇത് 1. 1ാമത്തെ വരിയിൽ അവസാനത്തെ സംഖ്യ 1 ആണ്. 2ാമത്തെ വരിയിൽ 3 ആണ് അല്ലെ? ഒന്ന് നോക്കിക്കേ. ഇതിലാകെ എത്ര സംഖ്യ ഉണ്ട്? 3. ഇതിലാകെ എത്ര സംഖ്യ ഉണ്ട്? 6. ഇതിലാകെ എത്ര സംഖ്യ ഉണ്ട്? 10. ശ്രദ്ധിച്ചോ? ഒന്ന് ശ്രദ്ധിച്ചോ. 1ാമത്തെ വരിയിൽ അവസാനത്തത് 1 ആണ്. അപ്പൊ അതിൽ ആകെ ഒരു സംഖ്യ ഉള്ളൂ. 2ാമത്തെ വരിയിൽ അവസാനത്തത് 3 ആണ്. അപ്പൊ 1ഉം 2ഉം വരിയൊക്കെ കൂടി കൂട്ടുമ്പോ അതിൽ എത്ര ഉണ്ട്? 3 എണ്ണമുണ്ട്. 3ാമത്തെ വരിയിൽ അവസാനത്തത് 6 ആണ്. അപ്പൊ 1ാമത്തെ വരിയിലും 2ാമത്തെ വരിയിലും 3ാമത്തെ വരിയിലും ഒക്കെ കൂടി കൂട്ടുമ്പോ 1 2 3 4 5 6 എണ്ണം. അങ്ങനെയെങ്കിൽ 10ാമത്തെ വരിയിൽ അവസാനത്തെ സംഖ്യ ഏതായിരിക്കും? 55. ആകെ 55 സംഖ്യ ഉണ്ട്. അപ്പൊ 10ാമത്തെ വരിയിൽ അവസാനത്തെ സംഖ്യ 55 ആണെങ്കിൽ 11ാമത്തെ വരിയിലെ ആദ്യത്തെ സംഖ്യ എത്രയായിരിക്കും? 56 ആയിരിക്കും. 10ാമത്തെ വരിയിലെ അവസാനത്തെ സംഖ്യ 55 ആണെങ്കിൽ 11ാമത്തെ വരിയിലെ ആദ്യത്തെ സംഖ്യ എത്രയായിരിക്കും? 56. വെരി സിമ്പിൾ. ലോജിക്ക് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയെങ്കിൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ, എനിക്ക് തോന്നുന്നു ഇത് അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? അവസാനിപ്പിക്കാൻ പോവാണ്. ശ്രദ്ധിച്ചു ഒന്ന് നോക്കിക്കേ. എന്താണ്? The sum of first n terms of an arithmetic sequence is n square plus 2n. The sum of first n terms of an arithmetic sequence is n square plus 2n. What is the first term? എടാ, ഒരു തുകയുടെ ബീജഗണിത രൂപം തന്നിട്ടുണ്ട്. തുകയുടെ ബീജഗണിതം എന്താ ചോദ്യത്തിൽ തന്നത്? Sn സമം എന്താണ്? n സ്ക്വയർ പ്ലസ് 2n. Sn സമം n സ്ക്വയർ പ്ലസ് 2n. എന്നിട്ട് ഫസ്റ്റ് ടേം ആണ്. എടാ, n-ന് 1 കൊടുത്താൽ ആദ്യ പദം കിട്ടും 1 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 1. S1 സമം 1 പ്ലസ് 2. S1 സമം 3. എടാ, ഒരു പദത്തിന്റെ തുക 3 ആണെങ്കിൽ x1 ഒന്നാം പദവും എത്ര തന്നെയായിരിക്കും? 3 തന്നെയായിരിക്കും. ഒരു പദത്തിന്റെ തുക 3 ആണെങ്കിൽ ആദ്യ പദവും എന്ത് തന്നെയായിരിക്കും? 3 തന്നെയായിരിക്കും. അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. ഫൈൻഡ് ദി കോമൺ ഡിഫറൻസ്. പൊതുവ്യത്യാസം കാണണം. എടാ, പൊതുവ്യത്യാസം കാണണമെങ്കിൽ അടുത്ത പദം കിട്ടണം. അപ്പൊ n-ന് നമ്മൾ 2 കൊടുക്കുകയാണ്. S2 സമം n-ന് നമ്മൾ എന്ത് കൊടുക്കുകയാണ്? 2 കൊടുക്കാൻ പോവാണ്. S2 is equal to എന്താ? 2 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 2. 2 സ്ക്വയർ 4 പ്ലസ് 4 എത്ര കിട്ടി? 8 കിട്ടി. ഈ 8 എന്ന് പറയുന്നത് എന്താണ്? രണ്ടാമത്തെ പദാണോ? അല്ല മക്കൾ, തെറ്റിദ്ധരിക്കരുത്. 8 എന്ന് പറയുന്നത് 2 പദങ്ങളുടെ തുകയാണ്. ആദ്യ പദം 3 ആണ്. അതിനോടുകൂടി ഏതോ ഒരു പദം ചേർത്തപ്പോഴാണ് 8 കിട്ടിയത്. അങ്ങനെയെങ്കിൽ x2 സമം 8 മൈനസ് 3. x2 സമം രണ്ടാം പദം എത്ര കിട്ടും? 5 കിട്ടും. അപ്പൊ ആദ്യ പദം 3ഉം രണ്ടാം പദം 5ഉം ആണെങ്കിൽ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം എത്രയായിരിക്കും? 2 ആയിരിക്കും. സെറ്റ് ആണല്ലോ. സിമ്പിൾ ക്വസ്റ്റ്യൻ. അങ്ങനെയെങ്കിൽ സി ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി സം ഓഫ് ഫസ്റ്റ് 20 ടേംസ്? ആദ്യത്തെ 20 പദങ്ങളുടെ തുക കാണണം. എടാ, ആദ്യത്തെ 20 പദങ്ങളുടെ തുക കാണാൻ എന്ത് ചെയ്താൽ മതി? നിങ്ങളൊന്ന് പറഞ്ഞേ. n-ന് എത്ര കൊടുത്താൽ മതി? ആദ്യത്തെ 20 പദങ്ങളുടെ തുക കാണാൻ n-ന് എത്ര കൊടുത്താൽ മതി? n-ന് 20 കൊടുത്താൽ മതി. നന്നായിട്ട് ശ്രദ്ധിച്ചോ. n-ന് നമ്മൾ 20 കൊടുക്കാൻ പോവാണ്. S20 സമം 20 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 20. S20 സമം 20ന്റെ സ്ക്വയർ 400 പ്ലസ് 2 ഇൻറ്റു 20 40 ആണ്. അപ്പൊ S20 സമം 400 പ്ലസ് 40 എത്രയാണ്? 440 ആണ്. അപ്പൊ ആദ്യത്തെ 20 പദങ്ങളുടെ തുക നമുക്ക് എത്ര കിട്ടി? 440 കിട്ടി. അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. പ്രൂവ് ദാറ്റ്. എടാ, പ്രൂവ് ചെയ്യാനാണ്. എന്താണ്? ദി സം ഓഫ് കണ്ടിന്യൂസ് ടേംസ് സ്റ്റാർട്ടിംഗ് ഫ്രം ദി ഫസ്റ്റ് ഓഫ് ദി സീക്വൻസ് 3 5 7 added to 1 gives the perfect square. എടാ, ഇതിൽ ഓരോ ടേമിന്റെ കൂടെയും 1 കൂട്ടിയാൽ, ഓരോ ടേമിന്റെ സമ്മിന്റെ കൂടെ 1 കൂട്ടിയാൽ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് തെളിയിക്കണം. അപ്പൊ നമ്മൾ ആ സീക്വൻസ് ഒന്ന് എഴുതാൻ പോവാം. എന്താ സീക്വൻസ്? 3 5 7 3 5 7
9, 11 എക്സെട്ര ഇതിങ്ങനെ എഴുതാൻ പോവാ. എന്നിട്ട് ഇതിനോട് കൂടെ ഓരോന്ന് കൂട്ടണം കേട്ടോ. അപ്പൊ ആദ്യം 3ന്റെ കൂടെ 1 കൂട്ടി, അപ്പൊ എത്ര കിട്ടി? 4. 4 എന്താണ്? ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അടുത്തത് 3 + 5 ആദ്യത്തെ 2 പദങ്ങളോട് കൂടി 1 കൂട്ടി, 3ഉം 5ഉം 8 ആണ്, 8ഉം 1ഉം എത്രയാണ്? 9, ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അടുത്തതോ 3 + 5 + 7 + 1 അതിന്റെ കൂടെ 1 കൂട്ടണം, 3ഉം 5ഉം 8 ആണ്, 8ഉം 7ഉം 15 ആണ്, 15ഉം 1ഉം എത്രയാണ്? 16. 16 എന്താണ്? ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അങ്ങനെയെങ്കിൽ അടുത്തത് നോക്കിക്കേ, 3 + 5 + 7 + 9 + 1 എത്രയാണ്? 9 10, 10 7 17 3 20 5 25. അപ്പൊ അതിങ്ങനെ പോവുകയാണെങ്കിൽ ഈ കിട്ടുന്നതൊക്കെ എന്ത് തന്നെയായിരിക്കും മക്കളെ? ഈ കിട്ടുന്നത് എന്ത് തന്നെയായിരിക്കും? പെർഫെക്റ്റ് സ്ക്വയർ തന്നെയായിരിക്കും. സെറ്റ് ആണല്ലോ. അപ്പൊ വളരെ എളുപ്പത്തിൽ, എളുപ്പം എന്ന് പറയാൻ പറ്റൂല, കുറച്ച് ഡിഫിക്കൽട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ കുറച്ച് വേഗത്തിൽ പറഞ്ഞു തീർത്തിട്ടുണ്ട്, വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കാൻ വേണ്ടി കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോയിട്ടുണ്ട്. മക്കൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് തിരുത്തണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.